ഒരു വിവാഹം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തതിന് 5000 രൂപ പിഴയും 1 വർഷം തടവും ശിക്ഷിച്ചു. 2010 നടന്ന സംഭവമാണിത്. ആദ്യ വിവാഹം മുസ്ലിം മതാചാരപ്രകാരം നടത്തുകയും ഈ ബന്ധം നിയമപരമായി നിലനിൽക്കെ മുസ്ലിം മതാചാരപ്രകാരമല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാം വിവാഹം നടത്തുകയും ചെയ്തു. ഈ കേസിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. മുസ്ലിം നിയമപ്രകാരം ആദ്യ വിവാഹത്തിലെ ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്തണമെങ്കിൽ ശരീഅത്ത് നിയമവ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരു പുരുഷന് അനുവാദമുണ്ട്. ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വേണം വിവാഹം കഴിക്കേണ്ടത്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ തുല്യ പരിഗണന ലഭിക്കാൻ ഭാര്യമാർക്ക് അവകാശമുണ്ട്. തുല്യ പരിഗണന എന്നുള്ളത് ചിലവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലെ കടമകളെല്ലാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കടമകൾ നിർവഹിക്കാതെ വന്നാൽ അഗ്രീവ്ഡ് കക്ഷിക്ക് ഡിവോഴ്സ് നേടാവുന്നതാണ്. കോടതിയിലൂടെ അല്ലാതെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചാണ് വിവാഹമോചനം നേടുന്നതെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് കോടതിയിൽ നിന്നുള്ള ഡിക്ലറേഷൻ ആവശ്യമായി വരും.